നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന ദിനം നാളെ 1201 മകരമാസം 12-ാം തീയതി, അതായത് 2026 ജനുവരി മാസം 26-ാം തീയതി. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. നാളെ ജനുവരി 26 നമ്മുടെ ഭാരത റിപ്പബ്ലിക് ഡേ ആണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആസ് എ ട്രൂ ഇന്ത്യൻ എന്ന നിലയിൽ ആത്മാർത്ഥതയോടെ റിപ്പബ്ലിക് ആശംസകൾ ആദ്യമായി നേരുന്നു. നാളെ മകരമാസം 12-ാം തീയതി തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:52, അസ്തമയം വൈകിട്ട് 6:22. നാളത്തെ ദിനം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാഹുകാലം ജനുവരി 26-ാം തീയതി 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാണ്. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. അത്ര ശുഭമുള്ളൊരു തിഥിയല്ല അഷ്ടമി തിഥി. അത് ശൂന്യതയെ സൂചിപ്പിക്കുന്ന തിഥിയാണ്. അഷ്ടമി തിഥി പലപ്പോഴും അത്ര അനുകൂലമല്ല. നമ്മുടെ തിഥി സാമ്പത്തികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് പഞ്ചാംഗത്തിൽ. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. അതിനാൽ നാളത്തെ തിഥി ഗുണമല്ല, അഷ്ടമി തിഥിയാണ്. നാളത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി ഒരു ശുഭനക്ഷത്രമാണ്. അശ്വതി നാളെ 12:30 വരെ ഉണ്ട് കാലത്ത്. 12:30 കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമാണ്. ഭരണി ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാറില്ല. അശ്വതിയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. 9 നക്ഷത്രങ്ങളിൽ ഉത്തരത്രയത്തിൽപ്പെടുന്ന ഉത്രട്ടാതി, രേവതി, അശ്വതി. നാളത്തെ ദിനം നിങ്ങൾക്ക് മെഡിസിൻ മരുന്നൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മരുന്ന്, ഗർഭിണികൾക്ക് മരുന്ന് കൊടുക്കുക, ഇതിനൊക്കെ അശ്വതി നക്ഷത്രം വളരെ ഗുണമാണ്. നാളെ സാമ്പത്തികമായ വിഷയത്തിൽ അത്ര ശുഭമല്ല. കാരണം തിഥി അഷ്ടമിയാണ്, തിങ്കളാഴ്ചയാണ്, അശ്വതിയാണ്. നല്ല കർമ്മങ്ങൾക്കൊക്കെ നാളെ മുന്നിട്ട് ഇറങ്ങുക. 10:55 മുതൽ 11:30 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാം. കാരണം 12:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരായി? ഭരണി നക്ഷത്രം എന്നൊരു ശുഭകാര്യത്തിനും സ്വീകരിക്കാറില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യമൻ എന്നാൽ ഭരണിയാണ്. രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പൂരം, പൂരാടം, പൊരുരുട്ടാതി, തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളാണ്. അതിന് വൈകിട്ട് ഒരു പദ്ധതിയും വേണ്ട. പക്ഷേ നാളെ തിങ്കളാഴ്ചയും ഭരണി നക്ഷത്രമാകിയാൽ ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. അതിനാൽ വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദേവീക്ഷേത്ര ദർശനം, അവിടെ നാളികേരം കൊണ്ട് നിങ്ങൾക്ക് കർമ്മമുട്ടി ചെയ്യാം, ദുരിതങ്ങളൊക്കെ മാറ്റാം, ശത്രുസംഹാര കുരുതി ചെയ്യാം, ഭദ്രകാളി മന്ത്രം ചൊല്ലാം, അല്ലേ? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംജ കുല ധർമ്മം ജ മാം ജ പാലയ പാലയ, ഇത് കാളി മന്ത്രമാണ്. അപ്രകാരം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ, ഇതാണ് മന്ത്രം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ, ഇതൊക്കെ ജപിച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ നാളത്തെ ദിനത്തിനെ ധന്യമാക്കുക. എല്ലാം നന്നായി നല്ലതിനായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.